ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു പ്ലാൻ ഗോവ എന്നാണ്. അതായത് കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് ട്രിപ്പ് വരാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. അപ്പൊ എല്ലാവരും വീഡിയോ മറക്കാണ്ട് ഫുൾ ആയിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഗോവനെ പറ്റി അറിയാനും ഗോവ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് അറിയാനൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ ഞാൻ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കുറച്ചും കൂടി എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോവ ട്രിപ്പിൽ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് ഒരു കാര്യം ക്ലിയർ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറെ പേരൊക്കെ ഗോവ ഒരു മോശപ്പെട്ട സ്ഥലമാണെന്ന് വിചാരിക്കുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് ഗോവ, പക്ഷെ എന്നാലും ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ മോശപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, അങ്ങനെ ഗോവ ഒരിക്കലും ഒരു മോശപ്പെട്ട പ്ലേസ് ഒന്നും അല്ല. എല്ലാത്തിനും നല്ലതും ചീത്തയെന്നുള്ളത് പോലെ തന്നെ ഗോവയിലും അതുപോലെ തന്നെയാണ്. നല്ലതുണ്ട്, എനിക്ക് തോന്നുന്നു ഗോവയിൽ നല്ലതാണ് കൂടുതലുള്ളത്. ചീത്ത എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ആയിരിക്കുള്ളൂ. ആ ഒരു പോർഷനിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയാൽ മതി. അത് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവാൻ പോണില്ല. അപ്പൊ നിങ്ങൾ വെറുതെ ആളുകൾ ഇരുന്ന് ഇങ്ങനെ ഗോവ പോകുന്ന ആളുകളൊക്കെ, ചില ആളുകൾ വേറൊരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റേണ്ട സമയമായി. ഞാൻ പറയാണ്, ഗോവ നമുക്ക് താമസിക്കാനും നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ വന്ന് താമസിക്കാനൊക്കെ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്ലേസ് ആണ് ഗോവ. കാരണം ഇവിടെ പോവർട്ടി ലെവൽ വളരെ ലോ ആണ്. പോവർട്ടി ഇല്ലാന്ന് തന്നെ പറയാം. നല്ല റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഗോവ. എന്താ പറയാ, ഇൻഡസ്ട്രിയൽ ആയാലും ബിസിനസ് ആയിട്ടുണ്ടെങ്കിലും ഒക്കെ ഇവിടുത്തെ ആളുകളൊക്കെ കൂടുതലും ബിസിനസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ജോബിനേക്കാൾ ഉപരി. അതുകൊണ്ട് തന്നെ ഗോവ ഒരു നല്ലൊരു പോവർട്ടി ഒന്നും ഇല്ലാത്ത നല്ലൊരു റിച്ചസ്റ്റ് സ്റ്റേറ്റ് ആണ്. പിന്നെ ഇവിടെ ഇത് നല്ലൊരു സേഫസ്റ്റ് സ്റ്റേറ്റ് കൂടിയാണ്. നമുക്ക് ഏത് പാതിരാത്രിയിലും പുറത്തു പോകാം. കേരളം പോലെയൊന്നും അല്ല. ഇവിടുത്തെ ക്രൈംസിന്റെ എണ്ണം തന്നെ പറയുന്നത് വളരെ തുച്ഛമായാണ്. അതായത് ഇപ്പൊ 1 2 ഒക്കെയാണ് ഒരു വർഷത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലാണ്ട് ഇങ്ങനെ വലിയ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നത് പോലെ അങ്ങനത്തെ ഉള്ള ക്രൈംസ് ഒന്നുമില്ല. പക്ഷെ എനിക്കറിയത്തില്ല എന്നിട്ടും എന്താണ് ഗോവനെ പറ്റി ഇങ്ങനെ ആളുകൾ മോശമായിട്ട് ചിന്തിക്കണേന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോ ഞാനും ഇതേപോലെ തന്നെ കല്യാണത്തിനൊക്കെ മുന്നേ തന്നെ ഗോവ എന്ന് കേൾക്കുമ്പോൾ ചിന്തിച്ചിരുന്നത് കുറച്ച് ഇതായിട്ടാണ്. ചിലപ്പോ നമ്മളത് സിനിമയിലൂടെയൊക്കെ കാണുന്നത് അങ്ങനെയായിരിക്കും അല്ലെ. ഗോവ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിനിമയിൽ കാണുമ്പോ കുറച്ച് എന്താ പറയാ കുറച്ച് ഗ്യാങ്ങുകളും മയക്കുമരുന്നും ഇങ്ങനത്തെ ആയിട്ടാണ്, കൊട്ടേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോ വീഡിയോസിലൊക്കെ കണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഇത് പോയത്. പക്ഷെ അങ്ങനൊന്നും അല്ല കേട്ടോ. ഗോവൻസ് ഇവിടുത്തെ ലോക്കൽ ഗോവൻസിന് നിങ്ങളൊന്ന് കാണണം. അവരെന്നൊക്കെ പറയുന്നത് എത്ര മാനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെന്ന് അറിയോ. അതായത് ഇവിടുത്തെ എല്ലാവരും അടിപൊളിയാണ് കേട്ടോ. അവരുടെ ഫാമിലി ആയിട്ട് കൂടുതലും ഒത്തൊരുമിച്ച് പോകുന്ന, നല്ല റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളുകളാണ് ഗോവൻസ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രൈംസിന്റെ എണ്ണം കുറവാണ്, പോവർട്ടി കുറവാണ്, പെട്രോളിന്റെ റേറ്റ് കുറവാണ്, നമ്മളുടെ ഡ്രിങ്ക്സിന്റെ റേറ്റ് കുറവാണ്. അങ്ങനെ കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഗോവ എന്ന് പറയുന്നത്. ടൂറിസം ഒക്കെ അതിന്റെ ഇന്ത്യക്ക് ഒരു നല്ലൊരു വരുമാനം തന്നെ നമ്മളുടെ ഗോവ ടൂറിസത്തിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു കുഞ്ഞു സ്റ്റേറ്റ് ആണ് നമ്മളുടെ ഗോവ. അപ്പൊ ഗോവയുടെ ക്ലൈമറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് പോലെ തന്നെ ഏകദേശം സിമിലർ തന്നെയാണ് ഗോവയിലെ ക്ലൈമറ്റും. ഏകദേശം അല്ലേ, ഫുൾ സെയിം ആണെന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ നാട്ടിൽ ഫെബ്രുവരി ടു ഏപ്രിൽ സമ്മർ ആണെങ്കിൽ ഇവിടെയും സെയിം സമ്മർ തന്നെയാണ് ആ ഒരു ടൈം. പിന്നെ മെയ് ലാസ്റ്റ് തുടങ്ങിയിട്ട് ഒക്ടോബർ വരെ നമ്മളുടെ റെയിനി സീസൺ. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് തുടങ്ങി ജാൻ വരെ വിന്റർ സീസൺ ആണ്. അപ്പോ ഗോവയുടെ സീസൺ എന്ന് പറയുന്നത് ആ ഒരു വിന്റർ സീസൺ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാവരും വരാനായിട്ട് പ്ലാൻ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു സീസൺ തന്നെ സെലക്ട് ചെയ്യണം. നവംബർ ടു ജാനുവരി തന്നെ നിങ്ങൾ വരാൻ നോക്കണം. കാരണം ആ ഒരു ടൈമിലായിരിക്കും ഇവിടെ ബീച്ച് ആക്ടിവിറ്റീസും വാട്ടർ സ്പോർട്സുകളും എല്ലാം കൂടുതലായിട്ട് ഉണ്ടാവുക. കാസിനോസും ഒക്കെ അടിപൊളിയായിട്ട് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈമാണ് നമ്മളുടെ ഡിസംബർ ടൈം എന്ന് പറയുന്നത്, നവംബർ ടു ജാൻ ടൈം എന്ന് പറയുന്നത്. നമ്മളുടെ നാട്ടിൽ നിന്ന് കൂടുതൽ ആളുകൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഗോവ വരുന്നത്. അതിന് കാരണം തന്നെ ഇവിടുത്തെ ക്ലബ്ബുകളാണ്. നന്നായിട്ട് നമുക്ക് ക്ലബിലൊക്കെ അടിച്ചു പൊളിച്ച് നല്ല പാർട്ടിയൊക്കെ ചെയ്യാൻ പറ്റും. എന്റെ വീഡിയോസ് തന്നെ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ടൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ഡ്രിങ്ക്സും ഫുഡ്സ് ഒക്കെ ആയിട്ട് നല്ല ക്ലബും പാർട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം തന്നെ എന്തായാലും സെലക്ട് ചെയ്യണം.
അപ്പോ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷൻ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ആലുവ റെയിൽവേ സ്റ്റേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 2 മണിക്കാണ് നമ്മുടെ ട്രെയിൻ എങ്കിൽ ഇവിടെ ഗോവയിൽ വെളുപ്പിന് ഒരു 3 അല്ലെങ്കിൽ 4 മണിക്ക് 5 മണിക്കുള്ളിൽ എന്തായാലും, അത് ട്രെയിനിന്റെ ടൈമിംഗ് അനുസരിച്ചിട്ട് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5 മണിയൊക്കെ ആവും വെളുപ്പിന്, അല്ലെങ്കിൽ ഒരു 4 മണി 3:30ക്കുള്ളിൽ നമ്മുടെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തും. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നതാണ് സൗത്ത് ഗോവയിലത്തെ ആദ്യത്തെ റെയിൽവേ വരുന്ന ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് മഡ്ഗാവ്. ഗോവയിൽ കൂടി രണ്ടോ മൂന്നോ ഉണ്ട്. പക്ഷെ മഡ്ഗാവാണ് എല്ലാവരും ഇറങ്ങേണ്ടത്. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മഡ്ഗാവും, ഇനി നോർത്ത് നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ നോർത്ത് ഗോവയിൽ സ്റ്റേ ചെയ്യണമെന്ന് പറയുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ തിബിം റെയിൽവേ സ്റ്റേഷൻ എടുക്കാം. അപ്പോൾ ഒരുമിക്ക ആളുകളും ഗോവയിൽ നിന്ന് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനാണ് ചൂസ് ചെയ്യാറ്. അപ്പൊ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ ഒരു 4 മണി വെളുപ്പിന് 4 മണിക്കൊക്കെ എത്തും. എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വണ്ടി എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി പറയുന്ന ആ ഒരു ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ അവരോട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കൊണ്ടുതരാൻ പറയണം. കാറൊക്കെ എല്ലാവരും അവിടെ തന്നെ കൊണ്ടുതരും, കാറും ബൈക്കും ഒക്കെ കൊണ്ടുതരും. അപ്പൊ നിങ്ങൾ അത് വണ്ടി വാങ്ങിയിട്ട് നിങ്ങൾ ഏതാണ് ഹോട്ടൽ ബുക്ക് ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോകണം. അപ്പൊ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നത്, കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കാർ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അഥവാ നിങ്ങൾ കപ്പിൾസ് അല്ലെങ്കിൽ ബാച്ചുലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവ് ചുരുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് റെന്റ് ബൈക്സ്. കാരണം ബൈക്സിന് പെർ ഡേ വരുന്നത് ഏകദേശം ഒരു 400 to 700 റുപ്പീസിലാണ് ബൈക്ക് വരിക. പക്ഷെ കാർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1500 ഒക്കെ പെർ ഡേ വരും, 1200 അല്ലെങ്കിൽ 1500 ഒക്കെ പെർ ഡേ വരും. അത് തന്നെ വിത്ത് ഡ്രൈവറും വിത്തൗട്ട് ഡ്രൈവറും നമുക്ക് ചൂസ് ചെയ്യാം. വിത്ത് ഡ്രൈവർ ആണെങ്കിൽ റേറ്റ് കുറച്ചും കൂടി കൂടും. പിന്നെ നിങ്ങൾ ഹോട്ടലും ഇതേപോലെ തന്നെയാണ്. ഹോട്ടലിൽ നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലുകൾ ഉണ്ട്. പെർ ഡേ 500 രൂപയൊക്കെ വരുന്ന ഹോട്ടലുകൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹോട്ടൽസ് ഒക്കെ നിങ്ങൾക്ക് നല്ല എന്താ പറയുക ചെലവ് ചുരുക്കി വരുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹോട്ടൽസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്റ്റേ ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ബീച്ച് സൈഡ് തന്നെയുള്ള കുറെ നല്ല ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെ 5 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്, റിസോർട്ടുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ എല്ലാം പ്രീ ബുക്ക് ചെയ്ത് തന്നെ വെക്കുക. കാരണം നിങ്ങൾ സീസൺ ടൈമിലാണ് വരുന്നതെങ്കിൽ എല്ലായിടത്തും ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സീസൺ ടൈമിൽ നോർത്തിൽ നിന്നൊക്കെ ഒരു ഫുൾ എന്താ പറയാ ആളുകൾ ഇവിടെ ഉണ്ടാവും. കാരണം അവർക്കൊന്നും അവിടെ ബീച്ചസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗോവ ഫുൾ ബീച്ചാണല്ലോ. അപ്പൊ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കുറെ ആളുകൾ ആ ഒരു ടൈമിൽ എത്തും. അപ്പൊ അതാണ് ഗോവയുടെ പീക്ക് ടൈം എന്ന് പറയുന്നത്. ആ ഒരു നവംബർ ടു ജനുവരി ആണ്. അപ്പൊ നിങ്ങളും ആ ഒരു ടൈമിൽ തന്നെ എന്തായാലും നോക്കുക വരാനായിട്ട്. പിന്നെ പിന്നെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ചു നേരമൊക്കെ കിടന്ന് ഉറങ്ങുമായിരിക്കും. നിങ്ങൾക്ക് അധികം ക്ഷീണമൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ട്രെയിനിൽ തന്നെ നന്നായിട്ട് സുഖമായിട്ടൊക്കെ ഉറങ്ങാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ക്ഷീണമുണ്ട് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഉറങ്ങാം. ഉറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ ഒരു 9 മണിയാകുമ്പോഴേക്കും എന്തായാലും എഴുന്നേക്കണം കേട്ടോ. കാരണം ആ ഒരു ഡേ നിങ്ങൾ എന്തായാലും വേസ്റ്റ് ചെയ്യരുത്. ആ ഒരു ഡേ നിങ്ങൾക്ക് അധികം കുറെയൊക്കെ സൗത്ത് ഗോവയിലുള്ള സ്ഥലങ്ങൾ കറങ്ങാൻ പറ്റും. പിന്നെ ഒരു 10 മണിക്കോ 11 മണിക്കൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യമേ തന്നെ എവിടെയെങ്കിലൊക്കെ ഫോർട്ട്, കാബ്ദിറാമ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ പോകാം. അങ്ങനെ ഫോർട്ടിലോ ചർച്ചുകളിലൊക്കെ പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് നല്ല പുറത്ത് ഗോവയുടെ തനി ഫിഷ് താലിയൊക്കെ ഉണ്ട്. അതൊക്കെ ട്രൈ ചെയ്യണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ സൗത്ത് ഗോവയിൽ ഫേമസ് ആയിട്ടുള്ള കുറെ ബീച്ചസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പോവുക. ഞാൻ ഇതിന്റെയൊക്കെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പ്ലേസസിലാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ പോയി കാണുക. എന്നിട്ട് നിങ്ങൾ ഈവനിങ് ടൈം ബീച്ചസ് ഒക്കെ പോയി കണ്ടതിന് ശേഷം കളിച്ചും കുളിച്ചൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെയൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ ബീച്ച് ഷാക്കിലൊക്കെ പോയിരുന്ന് നല്ല കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഡേ നോർത്ത് ഗോവയിലേക്ക് പ്ലാൻ ചെയ്യുക. നോർത്ത് ഗോവയിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് എല്ലാം ചെയ്ത് നേരത്തെ തന്നെ പോവാൻ നോക്കുക. കാരണം ഇവിടുത്തെ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടാവും. അപ്പൊ നോർത്ത് ഗോവയിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു 8 നമ്മുടെ സൗത്തിൽ നിന്ന് രാവിലെ ഒരു 9 മണിക്കാണ് ഇറങ്ങുന്നതെങ്കിൽ അവിടെ നോർത്തിൽ ഒരു 10-10:30 ആകുമ്പോഴേക്കും എത്തും. ആദ്യമേ തന്നെ നിങ്ങൾ ബീച്ചിലേക്ക് പോകണ്ട. ആദ്യമേ തന്നെ നിങ്ങൾക്ക് നല്ല ചർച്ചുകളും പോർച്ചുഗീസ് ഫോർട്ടുകളും ഉണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർനൂൺ കഴിയുമ്പോഴേക്കും ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ബീച്ചസിലേക്ക് പോകാം. അപ്പോഴും നിങ്ങൾ ഗോവയുടെ എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെ കഴിക്കാൻ നോക്കുക. എല്ലാവരും വന്ന് ഇവിടുന്ന് ബിരിയാണി ഒന്നും കഴിക്കരുത്. കാരണം ഇവിടുത്തെ നല്ല ഫിഷ് താലിയൊക്കെ അടിപൊളി ഫിഷ് താലിയും പിന്നെ ഇവിടുത്തെ ഫിഷ് സീ ഫുഡ് ഐറ്റംസ് ഒക്കെ എല്ലാവരും കുറച്ച് വെറൈറ്റീസ് ആണ്. അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നോർത്തിൽ എന്താ പറയാ ബീച്ചസ് ഒക്കെ പോയി കണ്ട് അവിടെയൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ നൈറ്റും ഇതേപോലെ തന്നെ ഡിന്നറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാസിനോ പോലുള്ളിടത്തൊക്കെ
ബൊഫേ ഡിന്നർ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാം നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ നല്ല സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ഞാൻ 1-2 ദിവസത്തെ ഒരു ഷോർട്ട് ആക്കി പറഞ്ഞതാണ്. ഷോർട്ട് ട്രിപ്പ് വരുന്ന ആളുകൾക്കാണ് ഈ ഒരു വീഡിയോ കൊണ്ട് കൂടുതൽ ഉപയോഗം. അല്ല നിങ്ങൾ ലോങ് ട്രിപ്പ് ഒരു 4-5 ദിവസത്തേക്ക് ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു 2 ദിവസം സൗത്ത് ഗോവയിലും 2 ദിവസം നോർത്ത് ഗോവയിലും ആയിട്ടൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഗോവ പ്ലാൻ ചെയ്യുന്ന റിലേറ്റീവ്സിനും കൊളീഗ്സിനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു യൂസ്ഫുൾ ആയിരിക്കും. അവരോട് പറയുക നിങ്ങൾ ഈ വീഡിയോ ഫുൾ ഇരുന്ന് കാണാൻ. ഈ വീഡിയോ മാത്രമല്ല, ഞാൻ മുൻപ് ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ഇരുന്ന് കാണാനായിട്ട് പറയണം. കാരണം ഞാൻ മെയിനായിട്ട് അതിന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗോവയിൽ തന്നെ സൗത്തിലും നോർത്തിലൊക്കെ ഏതൊക്കെയാണ് നല്ല നല്ല പ്ലേസസ് പോകേണ്ടതെന്നും പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽസ് ഏതൊക്കെ നല്ലത് കിട്ടുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഇരുന്ന് കാണാൻ പറയാട്ടോ അവരോടൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ എപ്പിസോഡ്. താങ്ക് യു.